Oh guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസോട് കൂടെ ആയിരിക്കും എപ്പിസോഡ് ആരംഭിക്കുക. അന്നത്തെ ദിവസം അത് വളരെയധികം ഭീതിജനകമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. കിളികളെല്ലാം തന്നെ ഭയന്ന് വട്ടം വിട്ട് പറന്ന് ദൂരേക്ക് പോയി. മനുഷ്യരെല്ലാം തന്നെ ടൈറ്റൻസിനെ പേടിച്ച് ഒരു വലിയ കൂട്ടിൽ അടച്ചതുപോലെ അങ്ങനെ ഒതുങ്ങി കഴിയുകയാണ്. അപ്പോൾ ജനങ്ങൾ കാണും ദൂരത്തായിട്ട് വലിയൊരു ടൈറ്റൻ. അതിനെ കണ്ട് അവരെല്ലാവരും നിലവിളിക്കും. ഇതാ ഒരു കൂട്ടൻ ജനങ്ങളെ കാണിക്കും. അവരെല്ലാവരും ഇപ്പോൾ വലിയൊരു മതിലിന്റെ ഉള്ളിൽ അങ്ങനെ ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. അവർ പേടിക്കുന്ന ആ ഒരു ടൈറ്റൻ അതിപ്പോ അവരുടെ മുൻപിലേക്ക് മതിലിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അങ്ങനെ മുകളിലേക്ക് ഉയരുകയാണ്. അത് കണ്ട് അവർ ഞെട്ടും. ഓൾറെഡി ആ ഒരു വലിയ മതിലിന് 50 മീറ്ററിന് മുകളിൽ ഉയരമുണ്ട്. അതിനെ കഴിഞ്ഞ് 10 മടങ്ങ് വലുപ്പമുള്ള ഒരു ടൈറ്റൻ. ജനങ്ങളെല്ലാവരും ഒരുപാട് വർഷക്കാലമായി ആ ഒരു വലിയ ചുമരിനുള്ളിൽ ഭീതിയോടുകൂടെ ജീവിച്ചിരിക്കുകയാണ്. അവരാണെങ്കിൽ ആ ഒരു വലിയ ടൈറ്റനെ കണ്ട് ഭയന്ന് നിൽക്കും. അതേസമയം ഇവിടെ കാട്ടില് ടൈറ്റൻസിനെ വേട്ടയാടുന്ന സർവേ കോപ്സിനെ കാണിക്കും. അവരാണെങ്കിൽ ഒരു ടൈറ്റന്റെ പിന്നാലെ പോയി അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ടീമിന്റെ ലീഡർ ആണെങ്കിൽ അസാൾട്ട് സ്ക്വാഡിനോട് പറയും, നിങ്ങൾ 3 പേരും എത്രയും വേഗം അതിന് മുൻപിലേക്ക് പോയി അതിനെ അറ്റാക്ക് ചെയ്യും. അത് കേട്ട് അവരാണെങ്കിൽ ആ കുതിരപ്പുറത്ത് ഫ്ലൈ ചെയ്ത് പോയി അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ആ ടൈറ്റനെ റൗണ്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ്. സർവേ കോപ്സ് ആണെങ്കിൽ ഒരു കാരണവശാലും ടൈറ്റൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് നാനാ ഭാഗത്തൂടെ അതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ അതിനാണെങ്കിൽ അതൊരു റിയാക്ഷനും ഇല്ല. അതങ്ങനെ പാറ പോലെ നിൽക്കും. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കാണിക്കും. അവിടെയാണെങ്കിൽ പെട്ടെന്ന് രക്തം ചീറ്റിത്തെറിക്കുന്നതായിട്ട് ഒരു ഇല്യൂഷൻ കാണിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ ഒരു ടൈറ്റൻ അതങ്ങനെ പിടിച്ചു വലിച്ച് കടിച്ചു മുറിച്ച് തിന്നുന്നതായിട്ട് കാണിക്കും. ഉടനെ നമ്മുടെ ഹീറോ അവൻ ഞെട്ടി എഴുന്നേക്കും. അവന്റെ തൊട്ടടുത്താണെങ്കിൽ ഒരു ചുന്ദരിയായ പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയാണെങ്കിൽ ഹീറോയോട് ചോദിക്കും, എന്തു പറ്റി? നവും പറയും, ഒന്നുമില്ല, ഞാനൊരു വളരെ ബാഡായിട്ടുള്ള ഒരു സ്വപ്നം കണ്ടു. അതുകൊണ്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റതാണ്. വായു, നമുക്ക് എത്രയും വേഗം തിരികെ പോവാം. ഒരു സെക്കൻഡ് അവനാണെങ്കിൽ കഴിഞ്ഞ കാലം ആലോചിക്കും. അവരെല്ലാവരും ഹാപ്പിയായി. ടൈറ്റൻസിന് മുൻപ് വരെ അവരുടെ ആ ഗ്രാമത്തിൽ താമസിച്ചത്. ഇപ്പൊ അവർ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു വലിയ മതിലിനുള്ളിൽ അവരുടേതായ ഒരു വലിയ പട്ടണവും ഗ്രാമവും കെട്ടിപ്പടുത്താണ് ജീവിക്കുന്നത്. അവരാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് പട്ടണത്തിലേക്ക് കടന്നു വരും. ഹീറോ ആണെങ്കിൽ അവളോട് പറയും, ഞാൻ കരഞ്ഞ കാര്യം അത് ആരോടും പറയാൻ പാടില്ല. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് ഇപ്പോ സർവേ കോപ്സ് ഒക്കെ ഉള്ള ആ സ്ഥലത്തേക്ക് വരികയാണ്. അതിലൊരു സോൾജിയർ ആണെങ്കിൽ അവരുടെ മുൻപിലേക്ക് കടന്നു വരും. ആൾ ഡ്രിങ്ക്സ് അടിച്ചു എന്ന് മനസ്സിലാക്കിയ ഹീറോ ആണെങ്കിൽ ആളോട് ചോദിക്കും, നിങ്ങൾ ഈ സമയത്തും ഡ്രിങ്ക്സ് അടിക്കുകയാണോ? പിന്നെ സോൾജിയർ പറയും, രാവും പകലും ഉറക്കമില്ലാതെ ഞങ്ങളിവിടെ കാവലിരിക്കുകയാണ്. സോ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും സമയം പാഴാക്കാനും എന്റർടൈൻമെന്റിന് വേണ്ടിയാണ് ഇത് കഴിക്കുന്നത്. ദേഷ്യപ്പെടും, നിങ്ങൾ സർവേ കോപ്സിലെ സോൾജിയേഴ്സ് അല്ലേ? ഒരു കാരണവശാലും നിങ്ങൾ ഡ്രിങ്ക്സ് അടിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട് പാടില്ല. ഇൻ കേസ് ആ ടൈറ്റൻസ് ഈ ഒരു ചുമര് തകർത്ത് ഇവിടേക്ക് വന്ന വലിയ അപകടം ഉണ്ടാവും. നിങ്ങൾ ഏത് സമയത്തും വിജിലന്റ് ആയിട്ടിരിക്കേണ്ടതല്ലേ? അതിന് മറ്റൊരു സോൾജിയർ അവിടേക്ക് വന്ന് പറയും, ഞങ്ങൾ രാപകലില്ലാതെ ഇവിടെ പ്രൊട്ടക്ട് ചെയ്യാണ്. 100 വർഷമായി ഈ ചുമര് ഇവിടെ നിൽക്കുന്നു. ഇതുവരെ തകർക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഇതാരും തകർക്കാൻ പോകുന്നുമില്ല. ഇവിടെ നടക്കുന്നതെല്ലാം തലതിരിഞ്ഞുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയും ആ പെണ്ണും അവർ രണ്ടുപേരും അവിടുന്ന് കടന്നു പോവാണ്. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ വണ്ടറടിച്ച് അവരെ തന്നെ നോക്കും. ഓനോ, അവന്റെ ചെറിയ വായിലാണ് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവൻ പറയുന്നത് കേട്ട അവർ സർവേ കോപ്സിലെ വലിയ ഏതോ സീനിയർ ആയിട്ടുള്ള സോൾജിയർ ആണെന്ന് തോന്നുന്നു. പെൺകുട്ടിയാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് ചോദിക്കും, നീയും വലുതാവുമ്പോ സർവേ കോപ്സിൽ ചേരുവോ? അതിനവൻ പറയും, എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. അത് കേട്ട് അവളാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും നിന്നെ അതിന് അനുവദിക്കുകയില്ല. അല്പസമയം കഴിഞ്ഞ് പുറത്ത് വേട്ടയ്ക്ക് പോയ ബാക്കിയുള്ള സർവേ കോപ്സ് അവരാണെങ്കിൽ ഇപ്പൊ അകത്തേക്ക് വരും. ഹീറോയും അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഈ ശബ്ദത്തിൽ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് ഇപ്പൊ അവിടേക്ക് വന്ന് അവരെ നോക്കും. അവരാണെങ്കിൽ നിസ്സഹായരായി ഒരുപാട് പരിക്കുകളൊക്കെ പറ്റി അവിടേക്ക് കടന്നു വരികയാണ്. അവരുടെ ആ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്നവർക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലാവും. ആ ഒരു വലിയ മോൺസ്റ്ററിനെ അവരെ കൊണ്ട് തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. മാത്രമല്ല സർവേ കോപ്സ് ടീമിലുണ്ടായിരുന്ന ആർക്കൊക്കെയോ കാര്യമായിട്ട് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഒരു എൽഡർ ലേഡി ആണെങ്കിൽ ഇപ്പോ അവരുടെ മകൻ മോസസിന്റെ പേര് വിളിച്ച് ആ കോപ്സുകളുടെ ഇടയിലേക്ക് വരും. ഉടനെ മറ്റൊരു സോൾജിയർ എന്റെ ഒരു ബോഡി പാർട്ട് ആ അമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അവശേഷിച്ചത് ഇത് മാത്രമാണ്. അവനെ രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ടായില്ല. അത് കേട്ട് ആ അമ്മയാണെങ്കിൽ ഇപ്പൊ തലതല്ലി കരയും. ആ അമ്മയാണെങ്കിൽ അവരുടെ മകന്റെ അറ്റുപോയ കൈ അതങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച്, എനിക്ക് കുഴപ്പമില്ല, എന്റെ മകൻ വലിയൊരു യുദ്ധത്തിന്റെ പങ്കാളിയായി മാറി. ആ ഒരു മോൺസ്റ്ററിനെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അത് കേട്ട് ആ സോൾജിയർ ആണെങ്കിൽ മുട്ടുകുത്തി താഴേക്കിരിക്കും. ഐ എം സോറി, ഞങ്ങൾ ഈ ഒരു മിഷനിലും പരാജയപ്പെട്ടു. ആക്ച്വലി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചതാണ് അതിനെ തോൽപ്പിക്കാൻ, പക്ഷെ കഴിഞ്ഞില്ല. എന്റെ വലിയൊരു അശ്രദ്ധ കൊണ്ട് അതിനെ ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഒരുപാട് പേരുടെ ജീവനും നഷ്ടപ്പെട്ടു. കാര്യങ്ങളെല്ലാം കേട്ട് ഹീറോയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരാളാണെങ്കിൽ ഇപ്പോ സർവേ കോപ്സിനെ കുറ്റം പറയാനായിട്ട് തുടങ്ങും. അത് കേട്ട് കലി അലകിയ ഹീറോ ആണെങ്കിൽ അവനോട് ദേഷ്യപ്പെടും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്രകാരം മോശമായിട്ട് പറയും. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമുക്ക് വേണ്ടി അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തി കാവലിരിക്കുന്നത്. ഉടനെ ആ സുന്ദരി പെണ്ണാണെങ്കിൽ ഹീറോയെ പിടിച്ചു വലിച്ച് അവിടുന്ന് കൊണ്ടുപോകും.
എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യണേ? ഇപ്പോഴും നിന്റെ ആഗ്രഹം ആ സർവേ കോപ്സിലെ ഒരു മെമ്പർ ആവണം എന്ന് തന്നെയാണോ? അതിന് ഹീറോ ആണെങ്കിൽ പ്രത്യേകിച്ച് മറുപടി പറയില്ല. ആക്ച്വലി അവിടെയുള്ള ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ആ സ്ഥലത്ത് 3 പ്രധാനപ്പെട്ട വാളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 3 വാളുകൾ തകർത്താൽ മാത്രമേ ആ ഒരു മോൺസ്റ്റേഴ്സിന് അകത്തേക്ക് വരാൻ കഴിയൂ. ഇവിടെ ഹീറോ ആണെങ്കിൽ ചുന്ദരി പെണ്ണുമായിട്ട് അവന്റെ വീട്ടിലേക്ക് വരും. ഹീറോയുടെ അമ്മയ്ക്കാണെങ്കിൽ അവനെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. വാവ്, നീ ഇന്ന് ഒരുപാട് വിറകുകൾ കളക്ട് ചെയ്തിരുന്നല്ലോ. ഇത്രയും സമയം നീ വിറക് പെറുക്കുകയായിരുന്നു. അതിന് ഹീറോ പറയും, അതെ, ഞങ്ങൾ വിറക് പെറുക്കി ഒരുപാട് സമയം പോയി, പിന്നീട് പെട്ടെന്ന് ഇവിടേക്ക് വന്നാണെന്ന് പറയും. ഹീറോയുടെ അമ്മയാണെങ്കിൽ അവന്റെ ചെവി പിടിച്ച് തിരിക്കും. നിന്റെ ചെവി ചൂടായിട്ടിരിക്കുന്നുണ്ട്, സോ നീ പറഞ്ഞതിൽ കുറച്ച് കളവൊക്കെ ഉണ്ടെന്ന് പറയും. ഈ പെണ്ണാണെങ്കിൽ അത് കേട്ട് അല്പനേരം സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം ഇപ്പൊ ഹീറോയുടെ അമ്മയോട് പറയും, ഇവൻ ഫ്യൂച്ചറിൽ സർവേ കോപ്സ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. അത് ഇവൻ എല്ലാവരോടും പറയുന്നുണ്ട്. ഹീറോയുടെ അമ്മയാണെങ്കിൽ അത് കേട്ട് ഞെട്ടും. അതേസമയം ഹീറോയുടെ അച്ഛനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ലിനിക്കൽ പ്രാക്ടീസിന് വേണ്ടി പുറത്തേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ആ സമയം അമ്മയാണെങ്കിൽ ആ കാര്യം ഇപ്പോ ഹീറോയുടെ പപ്പയോട് പറയും. ഡോക്ടറാണെങ്കിൽ അവനെ അടുത്തേക്ക് വിളിച്ച് അവനോട് ചോദിക്കും, നീ എന്തുകൊണ്ടാണ് ഫ്യൂച്ചറിൽ സർവേ കോപ്സ് ആവാൻ ആഗ്രഹിക്കുന്നത്? അതിന് ഹീറോ പറയും, ഒരുപാട് പേര് ഇവിടെയുള്ള ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവരുടെ ജീവൻ തന്നെ ത്യാഗം ചെയ്ത് സർവേ കോപ്സിൽ മെമ്പറായി ആ മോൺസ്റ്ററുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. സോ എനിക്കും അവരെ പോലെ ആവണം. ഇവിടെയുള്ള ജനങ്ങളെയും എൻ്റെ അച്ഛനെയും അമ്മയും സിബ്ലിങ്സിനെയും എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യണം. അത് കേട്ട് ഡോക്ടറാണെങ്കിൽ കൂടുതലായിട്ടൊന്നും പറയാതെ അവിടെ നിന്ന് കടന്നു പോകാനായിട്ട് ആരംഭിക്കും. അവരുടെ അമ്മയാണെങ്കിൽ അത്ഭുതപ്പെട്ട് ഇപ്പോൾ അവൻ്റെ അച്ഛൻ പപ്പയോട് ചോദിക്കും, നിങ്ങളിത് കാണുന്നില്ലേ? അവൻ പറഞ്ഞ കാര്യങ്ങൾ അത് നിങ്ങൾ കേൾക്കുന്നില്ലേ? ദയവ് ചെയ്ത് എന്തെങ്കിലും അവനോട് പറ. അത് കേട്ട് ഡോക്ടർ പറയും, ആ മനുഷ്യർ അങ്ങനെയാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ചിന്തിക്കുക. അതിനുശേഷം അദ്ദേഹം ഹീറോയെ നോക്കി പറയും, ഞാൻ ഇതുവരെ എൻ്റെ ആ ഒരു സീക്രട്ട് റൂം അത് നിനക്ക് തുറന്ന് കാണിച്ചിട്ടില്ല. ആ ബേസ്മെന്റ് റൂം ഇന്ന് ഞാൻ എൻ്റെ എക്സാംസും പ്രാക്ടിക്കൽസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിനക്ക് തുറന്ന് കാണിക്കാമെന്ന് പറഞ്ഞ് കടന്നു പോകും. ഹീറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷം. ഹീറോയുടെ അമ്മയാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും ടീമിൽ ചേരാനായിട്ട് ഞാൻ നിന്നെ അനുവദിക്കില്ല. അത് കേട്ട് ഹീറോ ആണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഹീറോയുടെ അമ്മ ഇപ്പൊ ചുന്ദരി പെണ്ണിനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് നീ അവനെ അതിനെ അനുവദിക്കരുത്. നിനക്ക് മാത്രം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവനെ കൺവിൻസ് ചെയ്ത് നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. അവൾക്കാണെങ്കിൽ അതിനെന്ത് മറുപടി പറയാനെന്ന് അറിയില്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ആർമിൻ എന്ന് പേരുള്ള ഒരു പയ്യനെ കാണിക്കും. ഒരുപാട് കുട്ടികൾ ചേർന്ന് പുറത്തെ ലോകത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് അവനെ പഞ്ച് ചെയ്ത് താഴെ ഇടുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ വെറുതെ വിടാൻ പറഞ്ഞ് ഓട്ടി അടുക്കും. അതുകൊണ്ട് ആ കുട്ടികളാണെങ്കിൽ ഹീറോയെ നോക്കി ചിരിക്കും. പക്ഷേ അവിടെ തൊട്ടു പിന്നിലുള്ള ആ ചുന്ദരി പെണ്ണിനെ കണ്ട് ആ കുട്ടികൾ ഭയപ്പെടുകയാണ്. ഓനോ, അവള് അവന്റെ തൊട്ടു പിന്നിലുണ്ട്. അവൾ ഇവിടേക്ക് വന്ന നമ്മൾ ഇടിച്ച് പഞ്ചറാക്കും. എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഭയന്നോടും. അതിനുശേഷം ഹീറോയും ചുന്ദരി പെണ്ണും ആർമിനും അവർ 3 പേരും ഒരു സ്ഥലത്തേക്ക് വന്ന് കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. ആർമിനാണെങ്കിൽ ഹീറോയോടും ചുന്ദരി പെണ്ണിനോടും പറയും, പുറം ലോകത്തെക്കുറിച്ച് പറഞ്ഞ് ഇവരെല്ലാവരും ദേഷ്യപ്പെടുകയാണ്. സത്യത്തിൽ എനിക്ക് അവിടേക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് പറയും. അത് പറയുന്ന അതേ നിമിഷം അവരുടെ വാളിന് തൊട്ടടുത്തായിട്ട് വലിയൊരു ഇടിമിന്നൽ അത് ഏൽക്കുകയാണ്. ജനങ്ങളെല്ലാവരും ആ ശബ്ദം കേട്ട് പേടിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിയെടുക്കും. പെണ്ണും ചുന്ദരി പെണ്ണും ഹീറോയും അവരെല്ലാവരും ഇപ്പോ ആ ഒരു ശബ്ദം കേട്ട ഭാഗത്തേക്ക് വന്ന് മുൻപോട്ടേക്ക് നോക്കും. അപ്പോൾ അവർ കാണും വലിയൊരു ടൈറ്റൻ ആ ചുമരിനോട് ചേർന്ന് നിൽക്കുകയാണ്. ടൈറ്റൻ ആണെങ്കിൽ കാല് മടക്കി ആ ചുമരിൽ ആഞ്ഞ് ചവിട്ടും. ആ ഒരു ചവിട്ടില് ഇപ്പൊ ആ ചുമരങ്ങനെ തകർന്ന് വീഴുകയാണ്. അതിനുശേഷം അതിന് ചുറ്റുമുണ്ടായിരുന്ന ടൈറ്റൻസ് എല്ലാം തന്നെ അകത്തേക്ക് കയറി വരാനായിട്ട് തുടങ്ങും. അവന്റെ ചവിട്ടില് ഒരുപാട് ബിൽഡിങ്സ് തകർന്ന് ജനങ്ങളുടെ ദേഹത്ത് വീഴും. ജനങ്ങളെല്ലാവരും ഭയന്ന് പാനിക്കായി ഓരോ ഭാഗത്തേക്ക് ഓടും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ ഹീറോ ആണെങ്കിൽ തിരിഞ്ഞോടാതെ ആ ടൈറ്റന് മുൻപിലേക്ക് പോവാണ്. തന്നെ ഹീറോ ആണെങ്കിൽ ഡൈവേർട്ടായി ഇപ്പൊ അവന്റെ വീട് ലക്ഷ്യമാക്കി ഓടും. അവന്റെ തൊട്ടു പിന്നാലെ ചുന്ദരി പെണ്ണ് ഓടി വരും. അപ്പൊ ഹീറോ കാണും ദൂരത്തായിട്ട് അവന്റെ വീടിന് മേലെ വലിയൊരു കല്ല് വന്ന് പതിച്ചിരിക്കുകയാണ്. മാത്രമല്ല വീടിന്റെ മേൽക്കൂര തകർന്ന് അതിന്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവന്റെ അമ്മയെ ഹീറോ കാണും. ഹീറോ ആണെങ്കിൽ അവന്റെ അമ്മയെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ശ്രമിക്കും. എന്റെ അമ്മയാണെങ്കിൽ ഹീറോയോടും ചുന്ദരി പെണ്ണോട് പറയും, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകും. എനിക്ക് മനസ്സിലായി ടൈറ്റൻസ് അകത്തേക്ക് വന്നു കഴിഞ്ഞു. ഓൾറെഡി എന്റെ കാല് തകർന്നിരിക്കുകയാണ്. പക്ഷെ എന്നെ രക്ഷപ്പെടുത്തിയാലും എനിക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. സോ ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകും. അവന്റെ അമ്മ അത് പറയുന്ന അതേ നിമിഷം തന്നെ വലിയൊരു ടൈറ്റൻ അവർക്ക് നേരെ വരും. സോൾജർ ഹാനസ് ആണെങ്കിൽ അവിടേക്ക് വന്ന് അവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കും. ആളുടെ വലിയ സ്ക്വാഡ് എടുത്ത് ആ ടൈറ്റനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അതിന്റെ പവറും ശക്തിയൊക്കെ കണ്ട് ഭയന്ന് സോൾജിയർ ആണെങ്കിൽ ഹീറോയും ചുന്ദരി പെണ്ണിനെ തൂക്കിയെടുത്ത് അവിടുന്ന് ദൂരേക്ക് ഓടുകയാണ്. അവന്റെ അമ്മയാണെങ്കിൽ വിളിച്ചു പറയും, നീ എനിക്ക് വേണ്ടി ജീവിക്കണം, ഒരു നല്ല കുട്ടിയായിട്ട് ജീവിക്കണം. നിമിഷ നേരങ്ങൾ കൊണ്ട് അവിടേക്ക് വന്ന ടൈറ്റൻ ആണെങ്കിൽ അവന്റെ അമ്മയെ ഉയർത്തിയെടുത്ത് കൺമുമ്പിൽ വെച്ച് തന്നെ അവന്റെ അമ്മയുടെ തല അതങ്ങനെ വലിച്ചു പറിച്ചെടുക്കും. അത് കണ്ട് ഇവിടെ ഹീറോയും ചുന്ദരി പെണ്ണും അവർ രണ്ടുപേരും ഫ്രീസ് ആവും. അവന്റെ അമ്മയുടെ രക്തം അവിടെ മുഴുവൻ സ്പ്രെഡ് ആവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.